ദൈവത്തിന് മഹത്വം. അല്പസമയ ചിന്തയ്ക്കായി ഫിലിപ്പിയർ 4:13. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. അല്പമുള്ളപ്പോഴും അധികമുള്ളപ്പോഴും ദൈവത്തിൽ ആശ്രയിച്ച് തൃപ്തനായിരുന്ന പൗലോസ്. AD 61 കാലത്ത് പൗലോസ് റോമിൽ ആദ്യമായി തടവിലായിരുന്ന സമയത്താണ് ഈ കത്ത് എഴുതുന്നത്. 2 കൊരിന്ത്യർ 11:23 മുതൽ നമുക്ക് കാണുവാൻ കഴിയും. തൻ്റെ ജീവിതത്തിൽ സുവിശേഷ നിമിത്തം കഷ്ടത, പട്ടിണി, ഉപദ്രവം, ഉറക്കമിളിപ്പ്, ഇങ്ങനെ ജീവിതത്തിൽ സകല പ്രതികൂലങ്ങളുമായി മുന്നോട്ട് പോകുമ്പോഴും പറയുകയാണ് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. തൻ്റെ ജീവിതത്തിലെ ചുറ്റുപാടുകൾ തനിക്ക് അനുകൂലമല്ലായിരിക്കുന്ന സാഹചര്യത്തിലും താൻ പറയുകയാണ് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാണ്. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ കടന്നു വരുമ്പോഴും നമ്മുടെ ജീവിതത്തിലും നമ്മൾ തളർന്നു പോകുന്ന സാഹചര്യത്തിലും നമുക്ക് പറയുവാൻ കഴിയുമോ, എന്നെ ശക്തനാക്കുന്നവൻ എന്നോട് കൂടെയുള്ളത് കൊണ്ട് ഞാൻ സകലത്തിനും മതിയായവൻ. എന്നെ ശക്തനാക്കുന്നവൻ എന്നോട് കൂടെയുള്ളത് കൊണ്ട് എനിക്ക് സകലതും ചെയ്യാൻ കഴിയും. എത്ര പേർക്ക് പറയുവാൻ കഴിയും? ആമേൻ. ലോകം നമ്മളെ പരാജിതരെന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും പരാജിതനല്ല. കാരണം നമ്മോട് കൂടെയുള്ളവൻ ആമേൻ നമ്മളെ ശക്തനാക്കുന്നവനാണ്. ലോകം നമ്മളെ പരാജിതനെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും പരാജിതനല്ല, നമ്മൾ വിജയാളിയാണ്. കാരണം ശക്തനാക്കുന്നവനാണ് നമ്മോട് കൂടെയുള്ളത്. ആമേൻ. മോശയെ ദൈവം ഒരു ദൗത്യം ഏൽപ്പിക്കുമ്പോൾ ആമേൻ തൻ്റെ അധികാരമില്ലായ്മ, അയോഗ്യത, ജനം അവിശ്വസിക്കുമെന്നുള്ള ശങ്ക, തൻ്റെ സംസാരിക്കുവാനുള്ള ശേഷിക്കുറവ്, തൻ്റെ ബലഹീനതകൾ പറയുവാനിടയായി തീർന്നു. ആമേൻ. എന്ന ബലഹീനതകൾക്കപ്പുറം തന്നെ ശക്തനാക്കുന്നവൻ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അസാധാരണമായ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിച്ചു. ആമേൻ. ബലഹീനതകൾക്കപ്പുറം തന്നെ ശക്തനാക്കുന്നവൻ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അസാധാരണമായ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിച്ചു. ആമേൻ. നമ്മളിൽ പലരും നമ്മുടെ ബലഹീനതകളല്ലേ പലപ്പോഴും ഹൈലൈറ്റ് ചെയ്യുന്നത്. ആമേൻ. എന്നാൽ ദൈവം പറയും, നമ്മൾ എത്ര പേർക്ക് പറയുന്നത് നമ്മളെ ബലഹീനതകൾക്കപ്പുറം നമ്മളെ ശക്തനാക്കുന്നവൻ മുഖാന്തരം അസാധാരണമായ കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാൻ സാധിക്കുമെന്ന് നമുക്ക് പറയുവാൻ സാധിക്കുമോ? ആമേൻ. എന്നാൽ ദൈവം ലോകത്തിൽ ജ്ഞാനികളെയും കഴിവുള്ളവരെയും ബുദ്ധിമാന്മാരെയും മാറ്റി നിർത്തിയിട്ട് ലോകത്തിന് മുന്നിൽ ഒന്നുമില്ലാത്തവരെയാണ് ദൈവം ഉപയോഗിക്കുവാനിടയായി തീർന്നത്. ആമേൻ. ഒരു ജഡവും ദൈവത്തിൽ പ്രശംസിക്കാതിരിക്കുവാൻ ഇന്ന് പകൽക്കാലം നമുക്ക് പറയുവാൻ സാധിക്കുമോ? ദൈവമേ, ഞാൻ ഒന്നുമില്ല അങ്ങയുടെ സന്നിധിയിൽ, അങ്ങനെ ശക്തനാക്കണമേ. ദൈവമേ, ഞാൻ അങ്ങയുടെ സന്നിധിയിൽ ഒന്നുമല്ല, ദൈവമേ എന്നെ അങ്ങ് ശക്തനാക്കണമേ എന്നുള്ള ആ പ്രാർത്ഥനയോടുകൂടി നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുമോ? ലോകം നിങ്ങളെ 100 പ്രാവശ്യം ബലഹീനനാക്കുമ്പോൾ ദൈവം നിങ്ങളെ 1000 പ്രാവശ്യം നിങ്ങളെ ശക്തനാക്കും. ലോകം നിങ്ങളെ 10 പ്രാവശ്യം ബലഹീനനാക്കുമ്പോൾ ദൈവം നിങ്ങളെ 100 പ്രാവശ്യം ശക്തനാക്കും. ആമേൻ. മനുഷ്യൻ നിങ്ങളെ തളർത്തും, എന്നാൽ ദൈവം നിങ്ങളെ ശക്തനാക്കും. മനുഷ്യൻ നിങ്ങളെ തളർത്തും, പക്ഷെ ദൈവം നിങ്ങളെ ഒരു നാളും തളർത്തത്തില്ല. ആ ദൈവം നിങ്ങളെ ശക്തനാക്കും. ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ. ആ ബലമുള്ള കൈക്കീഴ് താണിരുന്നാൽ അസാധാരണമായ കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം നമുക്ക് കൃപ നൽകും. ആമേ. ആ ബലമുള്ള കൈക്കീഴ് താഴ്ന്നിരുന്നു കൊണ്ട് അസാധാരണമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാൻ ദൈവം നമുക്ക് കൃപ നൽകുമാറാകട്ടെ. ആമേൻ.